ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബീട്രൂട്ട് കറി വെക്കാമേ. ബീട്രൂട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ബീട്രൂട്ട് ഈ വലുപ്പത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഇതിനകത്ത് ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു. ഈ സ്പൂണിന് 1 സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ചെറിയ സ്പൂൺ, ചെറുതാണ്, കറി വെക്കുന്നതിനേക്കാട്ടിലും ചെറുത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടും ജീരകം ഒരു ശകലം കായം കൂടെ ഇടുവേ. അത് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ജീരകം ഇടുകയാണ് കേട്ടോ. ജീരകം അളവെന്ന് പറഞ്ഞാൽ ഈ ഒരു അളവാണ്. ഇത് കുറച്ച്, ഇത് ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ശകലം കായപ്പൊടി ഇടുവേ. കായപ്പൊടി ഇടുക എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ കറികൾക്കും ഓൾമോസ്റ്റ് ചാറ് കറികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം കായം കൂട്ടത്തിലിടുവേ. കാരണം നമുക്കിത് ഗ്യാസൊക്കെ, ഇതിന് ഗ്യാസൊന്നുമില്ല, ഗ്യാസൊന്നും അടിക്കത്തില്ല. ഇത് നമ്മളുടെ ജീരകം പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഇത് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് അരച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. അത് ഇട്ട് കഴിഞ്ഞ് ഇത് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വെക്കണം. വഴറ്റി ഒരു ചെറിയ കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്കിതിനകത്ത് ഞാനൊരു 2 സവോളയാണ്, ചെറിയ സവോളയാണ് ഇത് മുറിച്ച് വെച്ചിരിക്കുന്നു. ഇത് 3 പച്ചമുളക് നടുവേ കീറിയത്. ഇത് 2 വലിയ തക്കാളിക്ക വലുത് വേണോ ചെറുത് വേണോ കൂടുതൽ വേണോ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് കൂടുതലിട്ടാൽ ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ചെറിയൊരു പുളി പോലെ വരുമ്പം ഇത് കറി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് നമ്മളുടെ വെളുത്തുള്ളി ഇച്ചിരി വഴന്നു വന്നു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് സവോള അരിഞ്ഞത് ഇടുകയാണ്. സവാള അരിഞ്ഞത് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടത് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പം ചെറുതായിട്ട്, ഒത്തിരി കളർ വരണ്ട, അതിന് മുന്നേ വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഇതും കൂടെ ബീട്രൂട്ടും കൂടെ അങ്ങ് ഇടുകയാണ്. ഇതും കൂടെ ഇട്ടങ്ങ് വഴറ്റി വെക്കാം. ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് കേട്ടോ, ഈ സ്പൂണാണ്. ഇതിന് 1 സ്പൂൺ ഉപ്പിട്ടു ഞാൻ. അതുപോലെ മഞ്ഞപ്പൊടി 1/2 സ്പൂണാണ്, 1/2 സ്പൂൺ ഇട്ടു. ഇത് ഇട്ടിട്ട് മുളക് പൊടി എരിവനുസരിച്ച് ഇടണം. അപ്പം ഞാൻ ഇടുകയാണ്, ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്, 1 സ്പൂണ്. ഇതാണ് സ്പൂണ്, ഇതിന് 1 സ്പൂൺ ഇട്ടു. ഇനി ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തക്കാളിക്ക ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. തക്കാളിക്ക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ തക്കാളിക്ക ചേർക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇത് ബീട്രൂട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് തക്കാളിക്ക ചേർക്കുകയാണ്. തക്കാളിക്ക ഇതിനകത്തോട്ട് ചേർത്തു. ഇനി ഇത് വഴറ്റി കൊടുക്കണം, നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, തക്കാളിക്ക ഇട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുകയാണ്. ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഒന്ന് കൊഴുത്തിരിക്കണം. അപ്പം നമ്മൾ കുക്കർ സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിന് ചേർന്നിരിക്കണം. പിന്നെ ഇത് കുക്കർ തുറന്നു കഴിയുമ്പോൾ നമുക്കിത് കൊഴുത്തിരിക്കും. കറിയെ നല്ല ടേസ്റ്റുമാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ കുക്കർ ഞാൻ ഇപ്പോൾ അടച്ചു വെക്കുകയാണ്. കുക്കറിന്റെ അടപ്പ് വെക്കുന്നതിന് മുന്നേ ചിലരുടെയൊക്കെ കുക്കർ നമ്മൾ അടച്ചു വെച്ചിരുന്ന അതിന് സീറ്റി അടിക്കാതെ വരത്തില്ലേ, അതിൻ്റെ ഒരു ട്രിക്സ് ആണ് അത്. നമ്മൾ ഇത് സീറ്റി എടുത്തിട്ട് ഈ ഹോള് ഇത് ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ണം കൊണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഹോള് കാണുന്നുണ്ടോന്ന്. കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ ഊതി കൊടുത്താൽ മതി ഇതിനകത്ത്. അപ്പം ഇത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്നിട്ട് കുക്കറിന്റെ അടപ്പ് എന്നിട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ സീറ്റി വരും. പിന്നെ ആദ്യം ഇച്ചിരി ഫുള്ളിൽ വെക്കണം, വെള്ളം നമ്മൾ ചേർത്താണല്ലോ. അപ്പോൾ ഇച്ചിരി ഫുള്ളിൽ വെച്ചിട്ട്
കുക്കറിൻ്റെ സൗണ്ട് വരാൻ തുടങ്ങുമ്പോൾ നമ്മളിത് സ്ലോയിൽ ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് അത് രണ്ട് മൂന്ന് രണ്ട് സീറ്റി വന്നാൽ ഓക്കെ. ഞാൻ പക്ഷെ 3 സീറ്റിയാണ് ഞാൻ അടുപ്പിക്കുന്നത്. അപ്പം നല്ല ഒന്നുകൂടെ വെന്ത് നല്ലതായിട്ട് വരും. ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഇവിടെ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പച്ചമുളക് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെക്കുകയാണ്. അത് പച്ചമുളക് ഇങ്ങനെ ഞാൻ വേവിക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ കഴിക്കാമല്ലോ. കുറച്ച് മല്ലിയില ഞാൻ പുറത്തുകൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. മല്ലിയില ഇത് ഇത്രയും മതി. ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. കറി അഥവാ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.